പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതികൾ പരോളിനായി അപേക്ഷ നൽകി 8-ാം പ്രതി എ സുബീഷ്, 15-ാം പ്രതി സുരേന്ദ്രൻ എന്നിവരാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ അപേക്ഷ നൽകിയത്. കേസിൽ ശിക്ഷിക്കപ്പെട്ട് 1.5 മാസം തികയും മുൻപാണ് പ്രതികളുടെ ഈ നീക്കം. കാസർഗോഡ് നിന്ന് സരീഷ് പി കെ ഉണ്ട്. സരീഷ്, ഈ പ്രതികളുടെ ശിക്ഷ ഒഴിവാക്കാൻ സംസ്ഥാന സർക്കാർ ഖജനാവിൽ നിന്നും പണം ചിലവാക്കി ഒരുപാട് ശ്രമിച്ചതാണ്. പക്ഷേ അത് നടന്നില്ല. ഇപ്പോൾ ഈ ശിക്ഷിക്കപ്പെട്ട് മാസങ്ങൾ പിന്നിടുന്ന സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ പരോൾ അപേക്ഷ. എന്താണ് വിശദാംശങ്ങൾ? അല്ലെങ്കിൽ ജനുവരി 21-ന് സുബീഷും ജനുവരി 22-ന് സുരേന്ദ്രനുമാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട ഈ ഇരട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട് പരോളിന് അപേക്ഷ നൽകിയിരിക്കുന്നത്. സാധാരണഗതിയിൽ 1 വർഷത്തിനപ്പുറത്തേക്ക് മാത്രമാണ്, അല്ലെങ്കിൽ 10 മാസം കഴിഞ്ഞാൽ മാത്രമാണ് പലരും ഈ പരോളിന് അനുവദിക്കാറ്. പക്ഷേ ഈ ജനുവരി 3-നാണ് 10 പ്രതികളെ എറണാകുളം CBI കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചത്. അതിന്റെ ഭാഗമായാണ് ഇവർ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തുന്നതും. എത്തി ഏതാണ്ട് 1 മാസം പോലും പിന്നിടും മുൻപാണ് ഈ 2 പ്രതികളും പ്രധാനപ്പെട്ട ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുണ്ട് എന്ന് കോടതി പ്രഥമ ദൃഷ്ട്യാ കാണുകയും ആ തെളിവ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ശിക്ഷിക്കുകയും ചെയ്ത 2 പ്രതികൾ, ആ പ്രതികൾ ശിക്ഷിച്ച് 1 മാസം മുൻപെയാണ്, അല്ലെങ്കിൽ ശിക്ഷിച്ച് ആ ശിക്ഷാവിധി നടപ്പിലാക്കാൻ 1 മാസം തികയും മുൻപാണ് ഇത്തരത്തിൽ പരോളിന് അപേക്ഷ നൽകിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഈ പോലീസിനോട്, അതായത് ജയിൽ സൂപ്രണ്ട് പോലീസിനോട് റിപ്പോർട്ട് തേടും എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇവർക്ക് പരോൾ നൽകുന്നതിന് മുൻപ് ഈ സ്ഥലത്തെ ഒരു സാഹചര്യം, ഒപ്പം തന്നെ ഇവരുടെ മുൻ ക്രിമിനൽ പശ്ചാത്തലങ്ങൾ, ഒപ്പം തന്നെ ഇവർ നാട്ടിലേക്ക് എത്തിയാൽ ഏതെങ്കിലും രീതിയിൽ, അതായത് ഇവർക്ക് പരോൾ നൽകിയാൽ ഏതെങ്കിലും രീതിയിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ, അതോടൊപ്പം ഈ രാഷ്ട്രീയ കൊലപാതകം നടത്തിയ ഒരു പശ്ചാത്തലത്തിൽ വീണ്ടും രാഷ്ട്രീയ സജീവമാവുകയും മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെ സാധാരണ അല്ലെങ്കിൽ ലോക്കൽ പോലീസ് റിപ്പോർട്ട് നൽകേണ്ടതുണ്ട്. പക്ഷെ ഇതുവരെ, അതായത് ജനുവരി 21-നും 22-നുമാണ് ഇവർ 2 പേരും പരോൾ അപേക്ഷ നൽകിയിരിക്കുന്നത്. അതിനുശേഷം ഏതാണ്ട് 15 ദിവസത്തോളം 20 ദിവസത്തോളം പിന്നിട്ടിരിക്കുന്നു. ഇതുവരെ പോലീസിനോട് ജയിൽ വകുപ്പ് റിപ്പോർട്ട് തേടിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. DYSP ആണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്, അല്ലെങ്കിൽ പോലീസിന് റിപ്പോർട്ടായി നൽകേണ്ടത്. ഇവർക്ക് പരോൾ അനുവദിക്കണമോ, അതിനുള്ള പശ്ചാത്തലമുണ്ടോ, അല്ലെങ്കിൽ പരോൾ നിഷേധിക്കാനുള്ള കാരണം എന്താണ് എന്ന് കാണിച്ച് പോലീസാണ് റിപ്പോർട്ട് നൽകേണ്ടത്. പക്ഷേ ഇതുവരെ റിപ്പോർട്ട് ചോദിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പക്ഷേ 1 മാസം തികയും മുൻപ് തന്നെ ഈ പരോളിന് അപേക്ഷ നൽകി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിന് പിന്നിൽ മുതിർന്ന CPM നേതാക്കളുണ്ട് എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് ആരോപിക്കുന്നത്. അവരുടെ ഇടപെടലിന്റെ ഭാഗമായാണ് ഈ പരോൾ അനുവദിക്കാനുള്ള നീക്കമൊക്കെ നടക്കുന്നത്. കാരണം ജയിലിൽ തന്നെ ഒരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയുടെ അംഗമായ പലരും ഈ പ്രതികളെയൊക്കെ നേരിൽ കാണുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെരിയ കേസിൽ പ്രതികൾ പരോളിനായി നീക്കം നടത്തിയിരിക്കുന്നു. കാസർഗോഡ് നിന്ന് സരീഷ് പി കെ വിവരങ്ങൾ നൽകിയത്.